എന്തു പറ്റി? അങ്ങെന്തിനാ അവനെ ഇങ്ങനെ നോക്കുന്നേ? എവിടെ നിന്റെ പ്രിയതമ? പ്രിയതമയോ? എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ഗുരുവിന് മനസ്സിലായാലും തോന്നുന്നു. ഗുരുവേ, ഇപ്പോ അവൾ ഇവന്റെ പ്രിയതമയല്ല, കല്യാണം കഴിഞ്ഞു. അങ്ങ് കല്യാണത്തിന്റെ ആഹാരം മിസ് ചെയ്തു, അതാണ് പ്രോബ്ലം തോന്നുന്നു. അല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ, ആഹാരം കഴിച്ചില്ല എന്ന്. എവിടെ നിന്റെ പ്രിയതമ? തൃശൂൽ, ഗുരുക്കള് ശിവാനിയെ കുറിച്ചാണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. അവളെ വിളിക്കാം. അമ്മ തന്നെ വിളിക്കോളെ. ശിവാനി, ഇങ്ങോട്ട് വന്നേ മോളെ. അയ്യോ അയ്യോ ദൈവമേ, എന്നെ അവിടുന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എനിക്ക് അങ്ങോട്ട് പോവാതെ വേറെ ഒരു വഴിയുമില്ല. അങ്ങോട്ട് പോയാ എന്റെ കഥ അവസാനിക്കും. എല്ലാവരും എല്ലാം മനസ്സിലാക്കും. ഞാൻ എന്താ ചെയ്യാ? ശിവാനി, അതാ വരുന്നു. മഹാദേവ, അങ്ങ് മാത്രമാണ് എന്റെ ആശ്രയം. അങ്ങേ കൊണ്ട് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. എനിക്കൊരു വഴി കാണിച്ചു തരണേ. ഇച്ഛാധാരി നാഗറാണി, അവസാനം നീ എന്റെ വലയിൽ വന്ന് വീഴേണ്ട സമയമാഗതമായി. ത്രയംബക, എനിക്ക് തോന്നി നീ ഈ നീച പ്രവൃത്തി കാണിക്കുമെന്ന്. അതിനാണ് ഞാൻ നിന്നെ തടയാൻ വേണ്ടി വന്നത്. എന്നാൽ നീ എന്റെ വാക്കുകൾ കേട്ടില്ല. നീ കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്ത് പണി കാണിക്കാനാണ് നീ പോയിരിക്കുന്നത്? അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ശിവാനിയുടെ കഥ അവസാനിച്ചു. എന്റെ ആദിശേഷന്റെ കഥയും അവസാനിച്ചു. ഗുരുക്കളെ, എല്ലാരും എത്തിയിട്ടുണ്ടല്ലോ. ഈ വീട്ടിലെന്തോ പ്രശ്നമുണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ അത്? കഴിഞ്ഞ ദിവസം ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നത് വീണ്ടും പ്രശ്നങ്ങളാണോ? ഇതെല്ലാറ്റിനേക്കാളും വലുതാണ്. ഇത്രയും ദിവസം നിങ്ങളിൽ ഒരാളാണെന്ന് കരുതിയിരുന്നില്ലേ? അത് നിങ്ങളുടെ ആരുമല്ല. അവര് വന്നിരിക്കുന്ന ഉദ്ദേശവും വേറെയാണ്. നിങ്ങളെല്ലാം കബളിപ്പിച്ച് അവർ ഈ വീട്ടിൽ കയറിക്കൂടി. ഗുരുവേ, അങ്ങ് നേരിട്ട് പറഞ്ഞ തന്നെ കൈയും കാലും വരയ്ക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ ചുറ്റി വളച്ച് പറഞ്ഞ എന്റെ ഹാർട്ട് തന്നെ പൊട്ടിത്തെറിക്കും. ഗുരുക്കളെ, അങ്ങ് എന്തൊക്കെ ഈ പറയുന്നേന്ന് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. എന്നേക്കാൾ നന്നായി മനസ്സിലാക്കാൻ കഴിവുള്ളവരുണ്ട് ഇവിടെ. ആരാത് ഗുരുക്കളെ? ഗുരുക്കളെ, ഇവിടെ ഉള്ളവരൊക്കെ ഈ വീട്ടിലെ ആൾക്കാര്. പ്രശ്നത്തെ പറ്റി ഇവർക്ക് എങ്ങനെ അറിയാന്? അറിയാം, വ്യക്തമായിട്ടറിയാം. എന്ത് പ്രശ്ന? ആരുടെ പ്രശ്ന? നിന്റെ പ്രിയതമയ്ക്ക്, നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ ശിവാനിക്ക്. ദൈവമേ, എന്താ ഇത്? ത്രയംബകൻ എന്നെ ഇങ്ങനെ പെടുത്തിക്കളഞ്ഞല്ലോ. ഞാൻ ഇച്ഛാധാരി നാഗമാണെന്ന കാര്യം എല്ലാവരോടും പറയും. ഇവൾക്ക് എന്താ അറിയുന്നേ? അതെ, ഇവൾക്ക് എന്തറിയാനാ? തൃശൂലേ, നീ ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഞാൻ എല്ലാം മനസ്സിലാക്കി തരാം. ഇവളൊരു സാധാരണക്കാരിയല്ല. നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത് പോലെ ഇവളൊരു മനുഷ്യ സ്ത്രീയല്ല. ഇച്ഛാധാരി നാഗമാണ്.
ഇവിടെ എന്താ സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ. ത്രയംബക, നീ ഈ കാര്യം ചെയ്യാൻ പാടില്ല. തിരിച്ചു വാ. നീയോ? ഞാൻ തന്നെ, മായാങ്കന. എന്നെ എന്തിനാണ് തടഞ്ഞത്? നീ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു നീചപ്രവൃത്തി ചെയ്യുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാ നിന്റെ ബന്ധനത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു വന്നത്. നീ എന്നെ തടഞ്ഞ് തെറ്റ് ചെയ്യുകയാണ്. നിന്നെ വിളിച്ചു വരുത്തിയത് എന്റെ കാര്യം നടക്കാനാ. എന്നോട് നീ നന്ദി കാണിക്കേണ്ടതുണ്ട്. എനിക്ക് നീ സഹായം ചെയ്തേ മതിയാകൂ. സാധ്യമല്ല. നിനക്കിതിന് സമ്മതിക്കാതെ വേറെ വഴിയില്ല. എന്നെ പേടിപ്പിക്കുവാനുള്ള ധൈര്യമോ നിനക്ക്? പേടിപ്പിക്കുകയല്ല, സ്പഷ്ടമായിട്ട് പറയാം, നീ കേൾക്ക്. നീ കാലഗർഭത്തിലേക്ക് പോയപ്പോ അവിടെ നിന്ന് തിരിച്ചു വരാനായി നിന്റെ ആത്മാവിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെച്ചിരുന്നു. ഓർമ്മയുണ്ടോ അത്? ആ സ്ഥലം വേറെ എവിടെയുമല്ല, ഞാൻ വസിച്ചിരുന്ന മായാദ്വീപിലാണ്. കള്ളം! എന്നെ പറ്റിക്കാൻ വേണ്ടി പറയണ്ട. എന്റെ ആത്മാവ് ഞാൻ വെച്ച സ്ഥലത്ത് തന്നെയുണ്ട്. എന്റെ വാക്കുകൾ നീ വിശ്വസിക്കുന്നില്ല അല്ലേ? ശരി, നീ തന്നെ പരീക്ഷിച്ചു നോക്കൂ. അല്ലയോ മായാങ്കനെ, എന്റെ ആത്മാവ് നീ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഏയ്, എന്നെ പരീക്ഷിക്കാൻ നിൽക്കണ്ട. നിനക്ക് എന്നെ പറ്റി അറിയില്ല. ഹേയ് ത്രയംബക, നിന്റെ ആത്മാവ് എന്റെ കൈകളിലാണുള്ളത്. അതിന് ഞാൻ സർപ്പങ്ങളെ കാവൽ നിർത്തിയിട്ടുണ്ട്. നീ ഇപ്പോ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, അല്ലാതെ നിനക്ക് വേറെ വഴിയില്ല. എന്റെ വാക്കുകൾ നീ കേട്ടില്ല എങ്കിൽ നിന്റെ ആത്മാവിനെ ഞാൻ നശിപ്പിച്ചു കളയും. നിന്റെ ഈ ദേഹം കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. എന്റെ വാക്കുകൾ അനുസരിക്കുന്നുണ്ടോ? ഇല്ല, എനിക്കെന്റെ പകയാണ് മുഖ്യം. അങ്ങനെയാണെങ്കിൽ നിന്റെ ആത്മാവിന്റെ കാര്യം നീ മറന്നേക്ക്. ഇപ്പോൾ തന്നെ ഞാനതിനെ ഇല്ലാതാക്കി കളയും.
എത്തിയത്? താഴേക്ക് പോയത് ഓർമ്മയുണ്ട്. ത്രയംബകം വന്നിട്ട് വീട്ടുകാരുടെ മുന്നില് ഞാൻ ആരാണ്, എന്റെ യഥാർത്ഥ രൂപം എന്താണെന്നൊക്കെ എല്ലാവരോടും പറഞ്ഞു. അയ്യോ, പിന്നെ എന്താ അവിടെ നടന്നത്? ഒന്നും ഓർമ്മ വരുന്നില്ലല്ലോ. എവിടെയാണ് അയാൾ? എവിടെയാണോ ത്രയംബകൻ? അയാൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ ഇവിടത്തെ നിലനിൽപ്പിനെ ഇനി ബാധിക്കുമോ? എവിടെയാ ഉള്ളത് അവൻ? ഇപ്പോഴും ഈ വീട്ടിലുണ്ടോ? അങ്കിൾ, എന്താ മോളെ ശിവാനി, നീ ഇതുവരെ റെഡിയായില്ലേ? സമയം കളയാതെ പോയി റെഡി ആയിട്ട് വാ മോളെ. അദ്ദേഹം ഇപ്പൊ ഇങ്ങെത്തും. അതെയോ? ആര്? എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നത്? വീട്ടിലുള്ളവരാരും നിന്നോടൊന്നും പറഞ്ഞില്ലേ ഗുരുക്കള് വീട്ടിലേക്ക് വരുന്ന കാര്യം? തൃശ്ശൂല് പോലും നിന്നോട് ഈ കാര്യം പറഞ്ഞില്ലേ? ഓ, അവൻ ചിലപ്പോ മറന്നുപോയതായിരിക്കും. ഗുരുക്കൾ ഇവിടേക്ക് വന്ന് എന്തോ ഒരു പൂജ ചെയ്യുന്നുണ്ട്. നീ വേഗം പോയി റെഡി ആയിട്ട് വാ മോളെ. അങ്കിൾ, സ്വാമിജി ഇതുവരെ വന്നില്ലേ? അദ്ദേഹം നേരത്തെ വന്നതാണല്ലോ. എന്താ മോളെ, നീ എന്താ തമാശ പറഞ്ഞാണോ? ഗുരുക്കൾ വരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നത്. നീ ഇപ്പൊ പറയുന്നു ഗുരുക്കൾ നേരത്തെ ഇങ്ങോട്ട് വന്നു. ഓ, വീട്ടിലുള്ള എല്ലാവരും ഗുരുക്കൾ വരുന്ന കാര്യം പറയുന്നത് കേട്ടിട്ട് ഗുരുക്കൾ നേരത്തെ വന്നു നീ വിചാരിച്ചായിരിക്കും അല്ലേ? ഗുരുക്കൾ ഇപ്പൊ ഇങ്ങോട്ടെത്തും. മോള് പോയി റെഡി ആയിട്ട് വാ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഇതെന്താ ഇത്? ത്രയംബകൻ ഇവിടെ വന്നില്ലെന്നാണല്ലോ അങ്കിൾ പറഞ്ഞത്. പക്ഷെ എനിക്കെന്തോ അയാൾ ഇവിടെ വന്നതുപോലെയാ തോന്നിയത്. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം. ഇത് എവിടെ കൊണ്ട് വെച്ചിരിക്കുക? ഇവിടെ എവിടെ വെച്ചെന്നുള്ള പറഞ്ഞേ? എവിടെയെങ്കിലും കൊണ്ടങ്ങ് വെച്ചോളൂ. മുത്തശ്ശിയോടെന്നെ ചോദിക്കാം. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നെ അമ്മ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് സമയമില്ല. പൂജക്കുള്ളതൊക്കെ റെഡിയാക്കണം. തൃശ്ശൂർ എന്താ ഈ പറയുന്നേ? സ്വാമിജി ഇനിയും വന്നില്ലെന്നോ? നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞ? എന്നുവെച്ചാ നന്ദീശനങ്ങളും ഇത് തന്നെയാ പറഞ്ഞത്. കറക്റ്റ് കാര്യമാണല്ലോ പറഞ്ഞത്. അദ്ദേഹം ഞാനും വന്നിരുന്നെങ്കിൽ വന്നുവെന്ന് തന്നെ പറഞ്ഞേനെ. തൃശ്ശൂർ, നീ വെറുതെ തമാശ പറയല്ലേ? അദ്ദേഹം ഇവിടെ വന്നപ്പോ നീ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പിന്നെ ഇപ്പൊ അദ്ദേഹം വന്നില്ലെന്ന് പറയുന്നേ? ഞാനോ? അവിടെയോ? നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നോ?